വിജയേട്ടാ നമസ്കാരം. നമസ്കാരം. വിജയേട്ടാ, നമ്മൾ വിചാരിക്കുന്നതിലും ഭീകരമാണ് കാര്യങ്ങൾ. ഒരു റിപ്പോർട്ട് ഇന്ന് പുറത്തു വന്നിട്ടുണ്ട്. അത് ട്രംപിന്റെ കുറച്ച് ലീലകളാണ് പുറത്തു വന്നിരിക്കുന്നത്. നമുക്കറിയാലോ, അതായത് സ്വന്തം കുടുംബത്തെ രക്ഷിക്കാൻ ഏതറ്റം വരെയും പോകുന്ന ജോർജ് കുട്ടിയെ പോലെയാണ് ട്രംപ്. 1.6 ബില്യന്റെ ഇടപാടുകളാണ് ട്രംപ് തന്റെ മക്കൾക്ക് വേണ്ടി നടത്തിയിരിക്കുന്നത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ജോർജ് കുട്ടിക്ക് പുറമെ അമേരിക്കയിൽ ഒരു പിണറായി വിജയൻ കൂടെയാണ്. കാരണം സ്വന്തം മക്കൾക്ക് വേണ്ടി ഏതറ്റം വരെയും ട്രംപ് പോകും. പോരാത്തതിന് ട്രംപ് അങ്ങനെ പൊക്കോട്ടെ, അതിൽ യാതൊരുവിധ ഗുണവുമില്ല, പക്ഷെ യാതൊരുവിധ പ്രശ്നവുമില്ല. പക്ഷെ അവിടെയുള്ള ജനങ്ങളെ എന്തിനാണ് അവരുടെ നികുതി പണം, അവരുടെ ഒരു എന്താ പറയുക അധ്വാനം, ഇതൊക്കെ ട്രംപ് എടുത്ത് അമ്മാനമാടുന്നത് എന്തിനാണെന്നുള്ള ചോദ്യമാണ് അവിടെ ഉയർന്നു വരുന്നത്. ഈ റിപ്പോർട്ട് എന്ന് പറയുന്നത്, നേരത്തെ ഒരു വാർത്ത പുറത്തു വന്നില്ല, അമേരിക്കയ്ക്ക് എത്ര രൂപയാണ് ഈ ഇറാനുമായിട്ടുള്ള യുദ്ധത്തിൽ ചെലവഴിക്കേണ്ടി വന്നത്. 4.5 ലക്ഷം കോടി രൂപയാണ് അമേരിക്കയ്ക്ക് ചെലവഴിക്കേണ്ടി വന്നത്. പക്ഷേ ഇപ്പൊ നമുക്ക് മനസ്സിലാകുന്നത് ഇറാൻ അമേരിക്കയെ എങ്ങനെയാണ് അടിച്ചു ചുരുട്ടിയതെന്നാണ് ഇപ്പോൾ അമേരിക്കൻ മാധ്യമങ്ങൾ പറയുന്നത്. ഇറാനിയൻ മിസൈൽ ഡ്രോൺ ആക്രമണങ്ങൾ മിഡിൽ ഈസ്റ്റിലുടനീളമുള്ള US സൈനിക കേന്ദ്രങ്ങൾ വരുത്തിയത് ദശലക്ഷക്കണക്കിന് കോടി രൂപയുടെ വലിയ രീതിയിലുള്ള നാശനഷ്ടമാണെന്നാണ് ഇപ്പോൾ വാൾ സ്ട്രീറ്റ് ജേർണൽ അവരുടെ അന്വേഷണത്തിൽ പറഞ്ഞത്. കുറഞ്ഞത് 20 US സൈനിക കേന്ദ്രങ്ങൾ തകർന്നു. ഇതിൽ ബഹ്റൈനിലെ നാവികസേനയുടെ തന്ത്രപരമായിട്ടുള്ള പ്രധാനപ്പെട്ട താവളവും ഉൾപ്പെടുന്നു. ഇറാന്റെ വികസിച്ചുകൊണ്ടിരിക്കുന്ന മിസൈൽ ഡ്രോൺ ആയുധശേഖരത്തിന്റെ പരിധിയിലുള്ള അമേരിക്കൻ ഇൻസ്റ്റാളേഷനുകളുടെ ദുർബലതയെക്കുറിച്ചുള്ള പുതിയ ആശങ്കകളാണ് ഉയർത്തുന്നത്. അമേരിക്കയ്ക്ക് ഇനി ഇതൊക്കെ തിരിച്ച് പണിത് കൊണ്ടുവരണമെങ്കിൽ ഒരുപാട് നാളത്തെ പ്രയത്നം മാത്രമല്ല, ഒരുപാട് പണവും ഇതിനുവേണ്ടി ചെലവഴിക്കേണ്ടി വരുമെന്നുള്ളതാണ് മനസ്സിലാകുന്നത്. ഏറ്റവും കൂടുതൽ നാശനഷ്ടമുണ്ടായ സ്ഥലത്ത് ഒന്നാണ് നമ്മുടെ മിഡിൽ ഈസ്റ്റിലെ US നാവിക സേനയുടെ ഏക സ്ഥിരം താവളമായിട്ടുള്ള നേവൽ സപ്പോർട്ട് ആക്ടിവിറ്റി NSA ബഹ്റിൻ. ഇവിടെയാണ് ഏറ്റവും കൂടുതൽ നാശനഷ്ടം ഉണ്ടായിരിക്കുന്നതെന്ന് പറയുന്നു. ഫെബ്രുവരി അവസാനത്തിനും ജൂണിനും ഇടയിൽ ആവർത്തിച്ചുള്ള ഇറാനിയൻ ആക്രമണങ്ങളിൽ ബേസിന്റെ കമാൻഡ് ആസ്ഥാനത്തിനും കുറഞ്ഞത് 1 ഡസൻ മറ്റ് കെട്ടിടങ്ങൾക്കും 2 സാറ്റലൈറ്റ് കമ്മ്യൂണിക്കേഷൻ ടെർമിനലുകൾക്കും കേടുപാടുകൾ സംഭവിച്ചതായിട്ടുള്ള റിപ്പോർട്ട് പറയുന്നുണ്ട്. പോരാത്തതിന് നമുക്കറിയാലോ, അമേരിക്ക മിഡിൽ ഈസ്റ്റിൽ കൊടുത്തിരിക്കുന്ന ഏറ്റവും വലിയ റഡാർ, എനിക്ക് തോന്നുന്നു 18,000 കോടി രൂപ എന്തോ ആയിരുന്നു ആ റഡാറിന്റെ വില എന്ന് പറയുന്നത്. ആ റഡാർ ഒറ്റ അടിയിൽ ഇറാൻ തകർത്ത് തരിപ്പണമാക്കി എന്നുള്ളൊരു വാർത്ത ആ സമയത്ത് ഭയങ്കര കോളിളക്കം സൃഷ്ടിച്ചൊരു വാർത്തയായിരുന്നു. അപ്പോൾ അമേരിക്ക ഇറാന് എന്ത് നാശനഷ്ടം വരുത്തി എന്നുള്ളതല്ല ഇതിലെ പോയിന്റ്. ഇറാൻ അമേരിക്കയ്ക്ക്, കാരണം അമേരിക്ക എന്ന് പറഞ്ഞൊരു ഹ്യൂജ് നേഷനാണ്. അമേരിക്ക ലോക പോലീസാണ്. ആ ലോക പോലീസിനെ ഇറാൻ എങ്ങനെയാണ് തകർത്തത് എന്നുള്ളതാണ്. അമേരിക്കയ്ക്ക് സാമ്പത്തിക നഷ്ടം, ധനനഷ്ടം ഉണ്ടായി, പോരാത്തതിന് മാനനഷ്ടം ഉണ്ടായി. അതിന്റെ കൂട്ടത്തിൽ ഈ ട്രംപിന്റെ ആ ഒരു നിലപാടുകൾ കാരണം അമേരിക്കയ്ക്ക് വലിയ രീതിയിൽ വമ്പൻ നാണക്കേടും ലോക രാജ്യങ്ങൾക്ക് മുമ്പിൽ. ഇത് പറയുന്നത് ഇറാനിയൻ മാധ്യമങ്ങളാണെങ്കിൽ നമുക്ക് പിന്നെയും ന്യായീകരിക്കായിരുന്നു. പക്ഷെ ഇത് വാൾ സ്ട്രീറ്റ് ജേർണലാണ് പറയുന്നത്. അതും പെന്റഗണിൽ പോയി അന്വേഷണം നടത്തിയിട്ടാണ് അവരിത് പറയുന്നത് എന്നാണ് അവർ റിപ്പോർട്ടിൽ സൂചിപ്പിക്കുന്നത്. അപ്പോ യഥാർത്ഥത്തിൽ അമേരിക്കയ്ക്ക് എന്താണ് പറ്റിയത്? താങ്കൾ ആദ്യമേ സൂചിപ്പിച്ചിരുന്നു ഇറാനെ അങ്ങനെ ചെറുതായിട്ട് കാണണ്ട, അവരെ അടിച്ചു ചുരുട്ടും എന്ന് താങ്കൾ ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. എനിക്ക് പോലും ആശങ്കയുണ്ടായിരുന്നു ഇറാനെ പെട്ടെന്ന് അമേരിക്ക തകർന്ന് തരിപ്പണമാക്കുമെന്ന് ഞാനും വിചാരിച്ചു. പക്ഷെ അത് നടന്നില്ല. ഇറാൻ ഒരു ചെറിയ മീനല്ല എന്ന് തെളിഞ്ഞിരിക്കുകയാണ്. അപ്പൊ ഇനിയിപ്പോ അമേരിക്കയുടെ നീക്കങ്ങൾ എന്തായിരിക്കും? അല്ല, ആയുധബലം നോക്കുമ്പോഴും സൈന്യത്തിന്റെ ബലം നോക്കുമ്പോഴും എല്ലാം അമേരിക്ക തന്നെ ടോപ്പ്, അതിനകത്ത് തർക്കമൊന്നുമില്ല നമുക്ക്. പക്ഷെ ഇവിടെ അതല്ല പ്രശ്നം. ഈ യുദ്ധത്തിന്റെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ അതിന്റെ പ്രാദേശികത ഒരു വലിയ വിഷയം തന്നെയാണ്. ഇപ്പോൾ അമേരിക്കയ്ക്ക് അത്രയും ലോങ്ങിൽ വന്നിട്ട് ഇവിടെ ചെയ്യുക, പിന്നെ അവർക്ക് ഇവിടെയുള്ള അവരുടെ ഈ പ്രതിരോധ സംവിധാനങ്ങൾ, അതൊരു വിഷയമാണ്. അത് എവിടെ യുദ്ധം നടക്കുന്നു എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് ഒരു കാര്യം. രണ്ടാമത്തെ കാര്യം, ശത്രുവിന് വളരെ എളുപ്പത്തിൽ അറ്റാക്ക് ചെയ്യാൻ പറ്റുന്ന സ്ഥലങ്ങളൊക്കെ തന്നെയാണ് ഈ വ്യോമത്താവളങ്ങളും മറ്റുമുള്ളത്. അമേരിക്കയ്ക്ക് പറ്റിപ്പോയ സംഭവം ഇത്, ഈ ട്രംപ് അധികാരത്തിൽ കയറുന്ന സമയത്ത് ട്രംപ് പറഞ്ഞൊരു കാര്യമുണ്ട്. ഈ മിഡിൽ ഈസ്റ്റിലെ നമ്മുടെ ഈ സൈനിക താവളങ്ങളൊക്കെ നമുക്ക് കുറച്ചുകൂടെ പടിഞ്ഞാറേക്ക് മാറ്റേണ്ടതായിട്ടുണ്ട് എന്ന്. കാരണം അത് മാറ്റാത്തത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് വലിയ പണച്ചെലവുള്ളത് കാര്യമാണ്. ഇപ്പോൾ അവര് കുറച്ചുകൂടെ പ്രാക്ടിക്കലായിട്ട് ചിന്തിക്കുന്നു. അവർ പറയുന്ന പ്രധാന താവളങ്ങളെല്ലാം തന്നെ ഇസ്രായേലിലേക്ക് മാറ്റുകയാണ് അവര്. കാരണം ഈ സൗദിയിലും കുവൈറ്റിലും അടക്കമുള്ള അവരുടെ താവളങ്ങളിൽ നിന്ന് സൈന്യത്തെ. എനിക്കിതൊരു ചോദ്യമുള്ളത്, ഈ മിഡിൽ ഈസ്റ്റിലേക്ക് ഇവരുടെ താവളങ്ങൾ മാറ്റണമെന്ന് പറയുമ്പോൾ ഓൾറെഡി മിഡിൽ ഈസ്റ്റിൽ ബഹ്റിനിലും സൗദി അറേബ്യയിലും കുവൈറ്റിലും ഒക്കെ ഇവരുടെ താവളങ്ങൾ ഉണ്ടല്ലോ. അവിടെ ഇവരെന്താണ് ചെയ്യുന്നത്? അവിടെ നിന്ന് ഇവർക്ക് ഇറാനെ ആക്രമിച്ചുകൂടെ? പല ആൾക്കാരും ചോദിക്കുന്ന ചോദ്യമാണ്, മണ്ടത്തരമാണോ എന്ന് എനിക്കറിയില്ല. ഇറാൻ ആക്രമിക്കുന്നത് ബഹ്റിനെയും സൗദിയെയും UAEയും ആക്രമിക്കുന്നത് അമേരിക്കയുടെ എയർ ബേസുകളെ. അമേരിക്ക അവിടെ നിന്നും ഡീഗോ ഗാർഷ്യയിൽ വന്നിട്ടും വേറെ സ്ഥലങ്ങളിൽ നിന്നും വന്നിട്ട് ഇറാനെ ഇപ്പുറത്തെ സൈഡിൽ നിന്ന് അടിക്കുന്നു. എന്തുകൊണ്ട് അമേരിക്കയ്ക്ക് അവിടെ ചെന്ന്, അവിടെ സാധനങ്ങളൊക്കെ ഓൾറെഡി ഉണ്ടല്ലോ, അപ്പൊ പിന്നെ അവർക്ക് പിന്നെ വേറെ എന്താണ് അവിടെ ഇനി വികസിപ്പിക്കാനുള്ളത്? ഒരു ഡൗട്ട് ഉണ്ട് എനിക്കത്. അതാണ് അതിനകത്ത് ഏറ്റവും വലിയ പോയിന്റ്.
അതായത് ഇറാൻ ഇപ്പോൾ ഉപയോഗിക്കുന്ന ആധുനിക ഡ്രോണുകളും മിസൈലുകളും ഒക്കെ ചിന്തിക്കുന്നതിന് മുമ്പേ അമേരിക്ക കൊണ്ടിട്ട ബഹ്റിനിലെ നേവൽ ബേസും അമേരിക്കയുടെ താവളങ്ങളാണ്. അതായത് ഇറാൻ ഇത്രത്തോളം വളരുന്നതിന് മുമ്പ്, അതായത് 20 വർഷം മുൻപൊക്കെയാണ് പലതും കൊണ്ടിട്ടിരിക്കുന്നത്. 20 വർഷത്തിനിടയ്ക്ക് വെള്ളം ഒരുപാട് ഒഴുകി, ആയുധങ്ങൾ ഒരുപാട് മാറി, ആയുധങ്ങളുടെ ശക്തി ഒരുപാട് മാറി. അപ്പോൾ അതിനെ ഡിഫെൻഡ് ചെയ്യാനുള്ള സാധനം ഇല്ല. അതാണ് ഇതിനകത്ത് വന്ന് പോരായ്മ. അതാണ് ഈ റിപ്പോർട്ട് സൂചിപ്പിക്കുന്ന കാര്യങ്ങളും. അതായത് ഇപ്പോൾ ഇറാൻ യൂസ് ചെയ്യുന്ന ആയുധങ്ങളുടെ ഒരു രീതിയിലല്ല അന്നത് പണിത് വെച്ചിരിക്കുന്ന സാധനങ്ങൾ, ഇല്ലെങ്കിൽ അന്ന് അതിനെ വേണ്ടിയിട്ട് പ്രതിരോധ സംവിധാനം ഒരുക്കിയിരിക്കുന്നത്. അന്ന് ഇറാന്റെ പക്കൽ ഇത്തരം കരുത്തരായ മിസൈൽ സംവിധാനങ്ങൾ ഇല്ലായിരുന്നു. ഈ മിസൈൽ സംവിധാനത്തിലാണ് ഇത് തകർന്നത്. ആ ഒരു കണക്കൂട്ടിൽ അന്ന് വെച്ചത്, അതിന് അപ്ഡേഷൻ ഒന്നും ഉണ്ടായിരുന്നില്ല. അതിനകത്ത് എടുത്തു പറയുന്നുണ്ട്, 20 കൊല്ലമായിട്ട് അപ്ഡേഷൻസ് ഇല്ല. അതായത് ഇപ്പൊ ഞാനിപ്പോ എന്താ പറയുന്നത്, നമ്മളിപ്പോ എപ്പോഴും നമ്മൾ പറയും പാകിസ്ഥാൻ അവന്മാര്, നമ്മളൊരു കാൽക്കുലേഷൻ ഉണ്ടാവുമല്ലോ. ഇല്ലെങ്കിൽ ഇപ്പൊ അമേരിക്ക നിരന്തരം ഇറാനെ ഇങ്ങനെ വാച്ച് ചെയ്തുകൊണ്ടിരിക്കണം, അവരുടെ പുതിയ പുതിയ മൂവ്മെന്റ്സും ഒക്കെ. ഒരുപക്ഷെ അതിനകത്ത് വന്നതായിരിക്കാം. ഇല്ലെങ്കിൽ ഇത് നേരത്തെ അപ്ഡേറ്റ് ചെയ്യേണ്ടതാണ് പല കാര്യങ്ങളും. അതാണ് ഇവരുടെ മിസൈലുകളെ പ്രതിരോധിക്കാൻ കഴിഞ്ഞില്ല. എന്തുകൊണ്ട് പ്രതിരോധിക്കാൻ കഴിഞ്ഞില്ല? സ്വാഭാവികമായിട്ട് എല്ലാ മനുഷ്യർക്കും തോന്നും. ഇപ്പൊ ധനുഷ് ചോദിച്ച ചോദ്യം തന്നെ തോന്നും, അമേരിക്ക വലിയ ശക്തമായ രാജ്യമാണല്ലോ, താടുണ്ട്, പിന്നെ ഇസ്രായേലിന്റെ അയൺ ഡോം ഉണ്ട്, എന്നിട്ട് എന്താ ഇവർക്ക് പ്രതിരോധിക്കാൻ കഴിയാത്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അത് പ്രതിരോധിക്കേണ്ട ആയുധങ്ങൾ പണ്ടായിരുന്നു ഇറാൻ ഉണ്ടായിരുന്നത്. ഇപ്പൊ ഇറാന്റെ ഇരിക്കുന്ന ലേറ്റസ്റ്റ് ആയുധങ്ങളാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് അതിനെ പ്രതിരോധിക്കാൻ പുതിയ സംവിധാനങ്ങളാണ് അവിടെ വെക്കേണ്ടത്. ആ പുതിയ സംവിധാനങ്ങൾ അല്ലായിരുന്നു എന്നുള്ളതാണ് ഇപ്പൊ ഈ റിപ്പോർട്ടിൽ അവർ പറയുന്ന ഒരു കാര്യം. ഈ റിപ്പോർട്ട് തന്നെ പുറത്തുവിട്ടിരിക്കുന്ന പെന്റഗണിന്റെ കൺട്രോളറായിട്ടുള്ള ഒരു കൺട്രോളർ ജെയ് ഹസ്റ്റ് എന്ന് പറയുന്ന ആള് പറഞ്ഞിട്ടാണ് ഈ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. അപ്പം അതിന് വേണ്ടിയിട്ട് ഒരു ആലോചന നടന്നിരുന്നു. അതെന്തുകൊണ്ടാണ് അപ്ഗ്രേഡ് ചെയ്യാത്തത് വെച്ചാൽ അതിന്റെ വലിയ സാമ്പത്തിക ചെലവ് വരും. ട്രംപ് കയറിയപ്പോൾ ട്രംപ് ഒരു ഐഡിയ കൊണ്ടുവന്നിരുന്നു, ഇത് നമുക്ക് കുറച്ചുകൂടെ സ്ഥലം മാറ്റാം എന്ന് പറഞ്ഞിരുന്നു. അത് വേണമെങ്കിലും വലിയൊരു തുക വേണ്ടിവരും. ഇതിന്റെ ഇടയിലാണ് ഇപ്പൊ ഈ യുദ്ധം ഉണ്ടായത്. ഇപ്പോൾ അവർ ആലോചിക്കുന്നത് സൗദിയിൽ അടക്കമുള്ള അവരുടെ സൈനിക താവളങ്ങൾ ഭൂമിക്ക് അടിയിലേക്ക് മാറ്റുക. അതും ഭയങ്കര എക്സ്പെൻസീവ് ആണ്. മാറ്റുക, കുറെ അധികം പ്രധാനപ്പെട്ട താവളങ്ങൾ ഇസ്രായേലിലേക്ക് മാറ്റുക. അതായിരിക്കും കുറച്ചുകൂടെ സേഫ് ആയിട്ട് വരുന്നത്. ഇപ്പോൾ തന്നെ ഇസ്രായേലിന്റെ ആയുധങ്ങൾ UAE വാങ്ങുന്നുണ്ട്. ഇപ്പൊ സൗദി അടക്കം ഇപ്പൊ ഇസ്രായേലിന്റെ ആയുധങ്ങൾ വാങ്ങാൻ തീരുമാനമായിട്ടുണ്ട്, അവരുടെ പ്രതിരോധ സംവിധാനങ്ങളൊക്കെ വാങ്ങാൻ തീരുമാനമായിട്ട്. അപ്പൊ ഈ ഓരോ യുദ്ധം ഉണ്ടാകുമ്പോഴാണ് അതിൽ നിന്ന് പാഠം പഠിക്കുന്നത്. പക്ഷെ ഇന്ത്യയെ സംബന്ധിച്ച് ആ ഒരു വിഷയം വരുന്നില്ല. കാരണം നമുക്ക് ആകെ എപ്പോഴും ഫുൾ ടൈം നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്ന രാജ്യങ്ങളാണ് ഈ പറയുന്ന പാകിസ്ഥാനും മറ്റുമൊക്കെ ഉള്ളത്. പക്ഷെ നാളെ നമ്മൾ ചൈനയുമായിട്ട് ഒരു അടിയാണ് വരുന്നതെങ്കിൽ അതിൽ നിന്ന് നമുക്ക് ഒരുപാട് പാഠങ്ങൾ പഠിക്കാനുണ്ടാവും. കാരണം അവരെന്തുതരം വെപ്പൺസ് ആണ് ഉപയോഗിക്കുന്നത്, അവരെവിടേക്കാണ് നമ്മുടെ കൃത്യമായി ടാർഗറ്റ് ചെയ്യുന്നത്. പാകിസ്ഥാനെ സംബന്ധിച്ച് നമുക്ക് ഏകദേശം ഒരു ധാരണ നമ്മുടെ രാജ്യത്തിനുണ്ടാകും. എങ്കിൽ പോലും നമ്മളുടെ ഈ ചിന്തകളോ ഇല്ലെങ്കിൽ നമ്മുടെ റഡാറിലോ ഇല്ലെങ്കിൽ നമ്മുടെ ചാരക്കണ്ണുകളിലോ പെടാതെ തന്നെ അവരുണ്ടാക്കുന്ന ഒരു പ്രധാനപ്പെട്ട ആയുധം ഒരുപക്ഷെ നമ്മുടെ അതിർത്തി കടന്ന് വന്നു കഴിഞ്ഞാൽ അത് നമ്മുടെ നമുക്ക് ആ ആയുധം വന്നതിന് ശേഷം മാത്രമായിരിക്കും അപ്ഗ്രേഡ് ചെയ്യുന്നത്. ഇതിപ്പോ അമേരിക്ക അറിയാഞ്ഞിട്ട് ആയിരിക്കില്ല ഇത്രയും. കാരണം ഇസ്രായേലൊക്കെ ഡെയിലി വാച്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു രാജ്യമാണ് ഇറാൻ. അപ്പൊ അവർ തന്നെ എത്രയോ വട്ടം പറഞ്ഞിട്ടുണ്ട് ഇവരുടെ കയ്യിൽ ബാലിസ്റ്റിക് മിസൈലും കാര്യങ്ങളും ഉണ്ടെന്നും. ഏതായാലും അതിന്റെ ഒരു കണക്കെടുപ്പിലേക്ക് പോയാൽ ഇപ്പോൾ അവർ കണക്കൂട്ടിക്കുന്ന പ്രാഥമിക കണക്കെന്ന് പറഞ്ഞാൽ $29 ബില്യൺ വേണം ഇതൊന്ന് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട്, പുതുക്കി ഒന്ന് പണിയാൻ, അവിടെ ഇവിടെയൊക്കെ ഒന്ന് പുതുക്കി പണിയാനായിട്ട് മാത്രം വേണം. അവർ പറയുന്നത് കൃത്യമായി പറഞ്ഞു, ഈ ബഹ്റിനിലെ സൈനിക താവളം മാത്രം $400 മില്യൺ വേണം പുനരുദ്ധരിക്കാൻ. ആ അമ്മാതിരി അടിയാണ് അവർ അടിച്ചിരിക്കുന്നത്. രണ്ടാമത്തെ കാര്യം, 2.2 ബില്യൺ തൊട്ട് 5.1 ബില്യൺ വരെ നാശനഷ്ടം പുനർനിർമ്മിക്കാൻ പറ്റില്ല. അതായത് ഒരു $5 ബില്യൺ പോയി. സ്വാഭാവികമാണ്, യുദ്ധം എന്ന് പറയുമ്പോൾ ഒരു ഭാഗത്തും മാത്രമല്ല, നമ്മുടെ ഇന്ത്യൻ സേനാ മേധാവികൾ തന്നെ പറഞ്ഞിട്ടുണ്ട്, അടി എന്ന് പറഞ്ഞാൽ അങ്ങോട്ടും മാത്രം ഇങ്ങോട്ടും കിട്ടും, നാശനഷ്ടങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും പോകും. നമ്മുടെ 6 ജവാന്മാർ വീരമൃത്യു വരിച്ചില്ലേ ഓപ്പറേഷൻ സിന്ദൂർ സമയത്ത്. അപ്പൊ അതൊക്കെ സ്വാഭാവികമായി തന്നെ യുദ്ധത്തിലുണ്ടാകും. അപ്പൊ $5 ബില്യൺ പുനഃസ്ഥാപിക്കാനേ കഴിയില്ല. പിന്നെ ഇവർ ആൾനാശം ഉണ്ടായില്ലെന്ന് പറയും. അതിനെക്കുറിച്ച് ഈ റിപ്പോർട്ട് പറയുന്നുണ്ട്. ആൾനാശം ഉണ്ടാകാത്തതിന് കാരണം ഈ യുദ്ധം തുടങ്ങുന്നതിന് മുമ്പ് തന്നെ അമേരിക്ക അവരുടെ ജീവനക്കാരെ കംപ്ലീറ്റ് അവിടുന്ന് ഒഴിപ്പിച്ചിരുന്നു. ജീവനക്കാരില്ലാത്തപ്പോൾ പിന്നെ അവിടെ ആളപായത്തിന്റെ പ്രശ്നം വരുന്നില്ലല്ലോ. അപ്പം ഇതൊക്കെയാണ് ഇവർ പറയുന്നത്. അതായത് അവരുടെ അപ്ഗ്രേഡ് ചെയ്യാൻ കഴിയാതിരുന്ന അവരുടെ എക്യുപ്മെന്റ്സുകൾ, അതുപോലെ തന്നെ അസസ് ചെയ്യാൻ പറ്റാതിരുന്നത്, ഇതൊക്കെയാണ്. ഇവിടെ ഹെഡിങ് തന്നെ കൊടുത്തിരിക്കുന്നത് ഇറാന്റെ പ്രഹരമേറ്റെന്നാണ് കൊടുത്തിരിക്കുന്നത്. അമേരിക്കയ്ക്ക് ഉണ്ടാകും ചെറുതല്ല, 20ഓളം അമേരിക്കൻ സൈനിക താവളങ്ങൾ തകർക്കുക എന്ന് പറഞ്ഞാൽ ചെറിയ കാര്യമല്ലത്. അതും ഇറാനെ പോലെ ഒരു രാജ്യം. അങ്ങനെ ഒരു മോസ്റ്റ് മോഡേൺ ആയുധങ്ങളും ഒന്നും ഉള്ളതായിട്ട് നമ്മുടെ അറിവിലൊന്നുമില്ല. ഏതായാലും അതൊരു വലിയ ക്ഷീണം. ഇതിനിടയിലാണ് ധനുഷ് ആദ്യം സൂചിപ്പിച്ച ട്രംപിന്റെ മക്കളുടെ പേര് കസാഖിസ്ഥാനിൽ പോയി പുള്ളി ഒരു കരാർ ഒപ്പിട്ടായിരുന്നു. ഈ കസാഖിസ്ഥാനിൽ ഒപ്പിട്ട ഈ കരാറിന്റെ ഗുണഭോക്താക്കൾ ട്രംപും മക്കളുമാണ്.
പുള്ളിയുടെ ബിസിനസ് സാമ്രാജ്യം പതുക്കെ പതുക്കെ വികസിപ്പിച്ചുകൊണ്ടേ ഇരിക്കുക. അമേരിക്ക ഫസ്റ്റ് എന്ന് പുള്ളി പരസ്യമായി പറയുന്നുണ്ടെങ്കിൽ ഫാമിലി ഫസ്റ്റ് എന്നാണ് പുള്ളി അകത്ത് പറയുന്നത്. അപ്പം ഇത് തന്നെയാണ് ഇതിന്റെ പിണറ്റിക്കോർത്ത് എനിക്ക് സന്തോഷം, ചിരി വന്നു പോയി അത് കേട്ടപ്പോ. ഏതാണ്ടൊക്കെ അതുപോലൊക്കെ തന്നെയാണ് നമുക്ക് മോളും ജീവൻ. അപ്പം ഈ ഒരു കേസിലേക്കാണ് ഇപ്പോൾ ഈ കാര്യങ്ങൾ പോയിരിക്കുന്നത്. പക്ഷെ ഇത് അമേരിക്ക വലിയൊരു പ്രതിഷേധം കൊടുത്തില്ല. അവർ ചോദിക്കുന്നത് എന്തിനാണ് നിങ്ങൾ ഇത്തരത്തിലുള്ള ഒരു രീതിയിലേക്ക് പോകുന്നത് എന്നാണ് അവർ ചോദിക്കുന്നത്. ഇതൊരു വലിയ ചർച്ചയായി മാറുന്നുണ്ട്. കാരണം ഇത്രയും ഒരു നാശനഷ്ടം ഇറാന് വരുത്താൻ പറ്റിയെന്ന്. കാരണം ഇറാന് വരുത്താൻ പറ്റി, ഞാൻ നേരത്തെ പറഞ്ഞ കണക്ക് തന്നെ അമേരിക്കയ്ക്ക് അത് ഈ താവളങ്ങൾ ഉപയോഗിച്ചിട്ട് ഈ താവളങ്ങൾ ഉണ്ടല്ലോ ഇവിടെ നിന്ന് ആക്രമിച്ചുകൊണ്ടത്. ഇതിനകത്ത് പ്രധാനപ്പെട്ട താവളങ്ങൾ യുദ്ധം, നമ്മൾ തന്നെയൊക്കെ വാർത്ത കൊടുത്തത് യുദ്ധം തുടങ്ങുന്നതിന് മുമ്പ് തന്നെ പല താവളങ്ങളും ഇവർ പൂട്ടി, പല താവളങ്ങളിൽ നിന്ന് ഇവർ സൈനികരെ പിൻവലിച്ചു. കാരണം ഇവർക്ക് തന്നെ അറിയാം ഇവരുടെ കയ്യിലുള്ളത് കാലഹരണപ്പെട്ട സംഭവങ്ങളാണ് എന്നുള്ളത്. അതുകൊണ്ടാണല്ലോ ഇപ്പൊ പുതിയതായിട്ട് ആയുധം വാങ്ങുന്നത്. ഈ ഒരുപക്ഷെ ട്രംപിന്റെ അതിബുദ്ധിയാണോ ഒന്നും അറിയില്ല. കാരണം അടി കുറെ വാങ്ങിക്കൂട്ടി കഴിയുമ്പോൾ ഈ GCC രാജ്യങ്ങൾ പുതിയ സാധനങ്ങൾ വാങ്ങുമല്ലോ അമേരിക്കയുടെ നിന്ന്. ഇനി അതിനു വേണ്ടിയിട്ട് വെച്ചു കൊടുത്ത പണിയാണോന്ന് അറിയത്തില്ല. ഇതൊന്നും അപ്ഗ്രേഡ് ചെയ്യില്ലെങ്കിൽ അതിനുള്ള കാര്യങ്ങളൊക്കെ വെച്ചിട്ട് അടി കിട്ടി കഴിയുമ്പോൾ പറയല്ല ഞങ്ങളുടെ പുതിയ ഐറ്റംസ് ഇറങ്ങിയിട്ടുണ്ട്, അത് മേടിച്ച് വെച്ചാൽ മതി ഇനി എന്ന് പറയാൻ വേണ്ടിയിട്ടാണോ ഒന്നും അറിയത്തില്ല. കാരണം കച്ചവടം ഉണ്ടല്ലോ, യുദ്ധം എന്ന് പറയുമ്പോൾ ഒരു ജയവും തോൽവിയും മാത്രമല്ല, അതിനകത്ത് ഒരുപാട് കച്ചവടങ്ങളുണ്ട്. അപ്പം അതിന്റെ ഒരു ഭാഗവുമായിരിക്കാം ഇത്. ഏതായാലും ഇപ്പൊ ലേറ്റസ്റ്റ് വരുന്ന മിഡിൽ ഈസ്റ്റിലെ മറ്റൊരു വാർത്ത എന്ന് പറഞ്ഞാൽ ഇറാൻ പറയുന്നത് ഞങ്ങൾ ആണവായുധം ഉണ്ടാക്കും, ആണവായുധമല്ല ആറ്റം ബോംബ് ഉണ്ടാക്കും, ഞങ്ങൾ അതിന് തയ്യാറെടുത്തുകൊണ്ടിരിക്കുകയാണ്. കാരണം ഇനി ഇവന്മാരുമായിട്ടൊരു ചർച്ചയ്ക്കുമില്ല, ആണവായ വിഷയത്തെക്കുറിച്ച് ചർച്ചയില്ലെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതിൻ്റെ ഇടയ്ക്ക് ട്രംപ് പറയുന്നു ഖത്തർ വെച്ചൊരു സമാധാന ചർച്ചയുണ്ടെന്ന്. ഇറാൻ പറയുന്നു ഞങ്ങൾ അറിഞ്ഞിട്ടില്ല അങ്ങനെ ഒരു ചർച്ചയെക്കുറിച്ചൊന്നും അവരും പറയുന്നു. ഏതായാലും നമ്മൾ അന്ന് കൊടുത്ത ട്രംപ് വീണ്ടും ആവർത്തിക്കുന്നു ഇത് തുടരുക തന്നെ ചെയ്യും. ഇത് എവിടെങ്കിലുമൊക്കെ എത്താതെ ഇത് മുമ്പോട്ട് പോവുക എന്നുള്ളതാണ്. കാരണം ഈ ഒരു യുദ്ധം ഉണ്ടാകുക എന്ന് പറഞ്ഞാൽ രണ്ട് രാജ്യങ്ങൾ ഏറ്റുമുട്ടുന്നത് മാത്രമേ നമ്മൾ കാണുന്നുള്ളൂ. ഇതിന്റെ അകത്തോടെ നടക്കുന്ന ഒരുപാട് ബിസിനസ്സുകളുണ്ട്, എണ്ണ കച്ചവടമുണ്ട്, എണ്ണ മാഫിയകളുണ്ട്, ഇതിന്റെ ഇടയ്ക്ക് ഉള്ള ഈ വ്യാപാരപരമായി നടക്കുന്ന നീക്കങ്ങളുണ്ട്. ഇതിനിടയിൽ പോയിട്ട് അവിടെ ഇവിടെ അല്ലറ. ഇപ്പൊ ഞാൻ ചോദിച്ചോട്ടെ, നമ്മുടെ നാട്ടിലൊക്കെ കൂടുതലും പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും അപ്പോഴായിരിക്കും ഏറ്റവും വലിയ അഴിമതി നടക്കുന്നത്. നമ്മുടെ നാട്ടിൽ ഏറ്റവും വലിയ ഒരു പ്രശ്നം ഉണ്ടാകുമ്പോഴത്തേനും അതിന്റെ മറവിൽ ഒരു അഴിമതി നടക്കും എന്ന് പറഞ്ഞിട്ടാണ് ഇപ്പോഴും ഈ അഴിമതി പൊങ്ങി വന്നിരിക്കുന്നത്. ഈ കസാഖിസ്ഥാനിൽ പോയി ഒപ്പിട്ടെന്ന് വെച്ചാൽ അമേരിക്കയാണ് പോയി ഒപ്പിട്ടിരിക്കുന്നത്, അമേരിക്കയുടെ ഓഫീഷ്യൽസ് ആണ് പോയി ഒപ്പിട്ടിരിക്കുന്നത്. ഇപ്പൊ ഇതിനകത്ത് ഇങ്ങനെ ഈ മക്കൾക്ക് വേണ്ടി ഉണ്ടാക്കിയ ഈ കേസിനകത്ത് അവരുടെ ഒരു പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥന്റെ പേരും ഉയർന്നു വന്നിട്ടുണ്ട്. അതാണ് ഞാൻ പറഞ്ഞത്. അപ്പൊ ഈ ഒരു രീതിയിലേക്ക് പോകുന്നുണ്ട്. ഏതായാലും നമ്മൾ തുടക്കത്തിലേ പറഞ്ഞു ഇറാൻ ഒരു ചെറിയ മീനല്ല എന്ന് പറഞ്ഞു. കാരണം അവരെ സംബന്ധിച്ച് മിഡിൽ ഈസ്റ്റ് എന്ന് പറഞ്ഞാൽ അവർക്ക് വളരെ സുപരിചിതമായ ഒരു സ്ഥലമൊന്നും മാത്രമല്ല, യുദ്ധം ചെയ്ത് എക്സ്പീരിയൻസ് ഉള്ള ഒരു സ്ഥലമാണ്. ഇറാൻ ഇറാഖ് യുദ്ധങ്ങൾ എത്രയോ നാളുണ്ടായിരുന്നു. പിന്നെ ഈ പറയപ്പെടുന്ന രാജ്യങ്ങളുമായിട്ട് എല്ലാം ഇവർ നിരന്തരം അടിച്ചുകൊണ്ടിരിക്കുന്നതല്ലേ, അവർ ആരുമായിട്ട് അടിക്കാത്തത് ആ മേഖലയിൽ. അങ്ങനെ നല്ല എക്സ്പീരിയൻസ് ആയിട്ട് അവർ നിൽക്കുന്നു. ട്രംപ് ശരിക്കും പറഞ്ഞത് ആ ഒരു ആവശ്യമില്ലാത്തൊരു പണിക്കാണ് അവിടെ പോയത്. ഒരുപക്ഷെ അത് ചർച്ചകളിലൂടെ പരിഹരിക്കാൻ പറ്റുമായിരുന്നു, അത് ചെയ്തില്ല എന്നുള്ളതാണ്. പക്ഷെ തലകൊണ്ടിട്ടും പോയി എടുക്കാനും പറ്റിയില്ല. ഇപ്പോൾ തലയെടുക്കാൻ നോക്കുമ്പോഴത്തേക്കും വലിയ രീതിയിലുള്ള നഷ്ടമാണ് സംഭവിച്ചിരിക്കുന്നത്. നമ്മൾ നോക്കുമ്പോൾ അമേരിക്ക കണക്ക് ശക്തമായ രാജ്യത്തിനുണ്ടാകുന്ന ചെറിയ ഡാമേജ് പോലും വലിയ വാർത്ത തന്നെയായിരിക്കും. ഇപ്പൊ നമ്മുടെ നേപ്പാളോ ശ്രീലങ്കയോ അല്ല ഇന്ത്യക്കെതിരെ ഇങ്ങനെ ഒരു ആക്രമണം നടത്തിയ വാർത്ത എന്തായിരിക്കും? പാകിസ്ഥാൻ ഒന്നും ചെയ്തില്ല, നമ്മുടെ റഫേൽ പോയെന്ന് പറഞ്ഞ് എത്രയോ വലിയ വാർത്ത. നമ്മുടെ രാജ്യം വലിയ രാജ്യമായതുകൊണ്ടും ശക്തമായ രാജ്യമായതുകൊണ്ടുമാണ് നമുക്ക് പറ്റുന്ന ചെറിയ പാകപ്പിഴകൾ പോലും ഇല്ലെങ്കിൽ ചെറിയ ഡാമേജുകൾ പോലും വലിയ വാർത്തയാക്കുന്നത്. അതുപോലെ തന്നെയാണ് അമേരിക്കയുടെ കേസും. അല്ലാതെ അവര് ചെറിയ രാജ്യമാണെന്നോ ഇല്ലെങ്കിൽ ദുർബലരാണെന്നോ അല്ല അതുകൊണ്ട് അർത്ഥമാക്കുന്നത്. പക്ഷെ ഇറാൻ അവർക്ക് കൊടുത്ത പണി നല്ല ഒന്നൊന്നര പണിയാണ് എന്ന് ഇപ്പോൾ അമേരിക്കൻ മാധ്യമങ്ങൾ പറയുന്നു. പെന്റഗണിന്റെ ഓഡിറ്റർ കൺട്രോളർ പറയുന്നു സംഭവം സത്യമാണ്, ഞങ്ങൾ അതിന്റെ കണക്കെടുത്തിട്ടില്ല. പ്രാഥമിക കണക്കാണ് ഈ വന്നിരിക്കുന്നത്, വെറും പ്രാഥമിക കണക്ക്. പിന്നെ മറ്റു കണക്കുകളൊക്കെ വന്നിരിക്കുന്നത് ഈ ജനങ്ങൾക്ക് തന്നെ അവിടുത്തെ ഈ പ്രതിരോധ ചെലവുകളും കാര്യങ്ങളും ഒക്കെ അറിയാനുള്ള ഇതുണ്ട് വെബ്സൈറ്റിലൂടെ. അതിൽ കൂടെ ജനങ്ങൾ എടുത്തിരിക്കുന്ന ഒരു അസസ്മെന്റും കൂടെ ചേർത്ത് വെച്ചിട്ടാണ് ഈ കണക്ക് വന്നിരിക്കുന്നത്. ഇതിന്റെ യാഥാർത്ഥ്യം എത്രത്തോളം വരുമെന്ന് അറിയില്ല. പിന്നെ കൊല്ലപ്പെട്ട സൈനികരുടെ പേര് ഇതുവരെ അമേരിക്ക പുറത്ത് വിട്ടിട്ടുമില്ല. അതാണ് ഇനി അടുത്ത ഭൂകമ്പം അമേരിക്ക വരാൻ പോകുന്നത്. ഇതുവരെ വിട്ടിട്ടില്ല. അവർ വിടും, അവരുടെ രീതി അങ്ങനെയാണ്. വളരെ കുറച്ച് കഴിഞ്ഞിട്ടാണെങ്കിലും അവർ വിടും. അത് പുറത്തു വിടണം. വിടുമ്പോഴത്തേനും അടുത്ത ബഹളങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയും കൂടുന്നുണ്ട്. അതിനിടയ്ക്ക് നവംബറിൽ തെരഞ്ഞെടുപ്പ് വരികയാണ്. ഈ തെരഞ്ഞെടുപ്പിന് പുള്ളിയുടെ പാർട്ടി തോറ്റു പോവുകയാണെന്നുണ്ടെങ്കിൽ ട്രംപിന് അടുത്ത അടി കിട്ടാൻ പോകുന്നതാണ്. അതുകൊണ്ടാണ് പുള്ളി എല്ലാവരെയും പേടിപ്പിക്കാൻ വേണ്ടി ഇന്നലെ ഞാൻ താരിഫ് വീണ്ടും എടുത്തിട്ടുണ്ട്. പുള്ളി ആദ്യം യൂറോപ്യൻ രാജ്യങ്ങൾക്കാണ് താരിഫ് പ്രഖ്യാപിച്ചിട്ട് ഭീഷണിപ്പെടുത്തിയിരിക്കുന്നത്. ഇത് പിന്നെ അടുത്ത വർഷം അദ്ദേഹം ഇന്ത്യയിലേക്ക് വരും എന്ന് പറയുന്നു. അതെന്താണ് അതിന്റെ പിന്നിലുള്ള ഉദ്ദേശം എന്നറിയില്ല. പ്രത്യേകിച്ച് ഒന്നും ഇല്ലാതെ ഇവിടെ വരേണ്ട ആവശ്യമില്ല. എന്തെങ്കിലുമൊക്കെ കാണുമായിരിക്കും, ഇല്ലെങ്കിൽ 2027 മുമ്പ് എന്തെങ്കിലുമൊക്കെ സംഭവിക്കുമായിരിക്കാം എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം.